ഹലോ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്മൂത്തനിങ് കഴിഞ്ഞ് വരുന്ന ഹെയർ ഫോളിനെ കുറിച്ചാട്ടോ. സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, അതുപോലെ ബ്ലോ ഡ്രൈ ഒക്കെ കഴിഞ്ഞ് വരുന്ന ഹെയർ ഫോളിനെ കുറിച്ചാണ്. ചിലർ പറയാറുണ്ട് സ്മൂത്തനിങ് കഴിഞ്ഞത് 6 മന്ത് കഴിയുമ്പോൾ തൊട്ട് ഭയങ്കര ഹെയർ ഫോളാണ്, അത് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കൊണ്ടാണോ എന്നുള്ള ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഒരിക്കലും നമ്മൾ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞ് 6 മന്തിലൊക്കെ തുടങ്ങുന്ന, അല്ലെങ്കിൽ ഒരു 5 മന്ത് 6 മന്ത്, ചിലർക്കൊരു 1 ഇയറിലൊക്കെ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ വരുന്നത്. ഇത് നമ്മൾ സ്മൂത്തനിങ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടല്ല നമുക്ക് ഈ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ വെർജിൻ ഹെയർ ഗ്രോത്ത് വന്നിട്ട് നമുക്കൊരു ഇയറിൻ്റെ ഈ ഒരു ലെങ്ത് എത്തുമ്പോൾ തൊട്ടാണ് നമുക്ക് ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ 2 സ്ട്രെച്ചറിലോട്ട് ഹെയർ വരും. ഒന്ന് നമ്മുടെ വെർജിൻ ഹെയർ, നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഗ്രോത്ത് വന്ന ഹെയർ, പകുതി നമ്മുടെ ട്രീറ്റഡ് ഹെയർ, പകുതി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കും, സ്മൂത്ത് ഹെയർ ആയിരിക്കും. അപ്പോൾ 2 സ്ട്രെച്ചറിലോട്ട് വരുമ്പോൾ ആ ഒരു സെൻറ്റർ പോർഷനിൽ വെച്ച് ഹെയർ കട്ടായി പോകും, ബ്രേക്കായി പോകുന്നത് കൊണ്ടാണ് ആ ഹെയർ ഫോൾ വരുന്നത്. നമ്മൾ സ്മൂത്തനിങ് ചെയ്തിട്ട് എന്തെങ്കിലും ഡിഫക്റ്റ് കൊണ്ടാണ് നമുക്ക് ഹെയർ ഫോൾ വരുന്നതെങ്കിൽ ഒരു 1 വീക്കിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 3-4 ഡേയ്സിനുള്ളിൽ നമുക്കറിയാൻ പറ്റും. പ്രോപ്പറായിട്ടല്ല നമ്മൾ സ്മൂത്തനിങ് അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്തതെങ്കിൽ നമുക്കൊരു 1 വീക്കിനുള്ളിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 6 മന്തൊക്കെ കഴിഞ്ഞിട്ട് ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒന്നുകൂടി റീടച്ച് ചെയ്യാറായി എന്നുള്ളതിൻ്റെ സൂചനയാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഹെയർ ഫോൾ വരുന്നത് ഇത് ചെയ്തുകൊണ്ടുള്ള ഡിഫക്റ്റ് കൊണ്ടൊന്നുമില്ല. അങ്ങനെ ഹെയർ ഫോൾ വരുന്നതുണ്ട്, ഇനിയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്നുകൂടി ടച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാത്തവർ അങ്ങനെ തന്നെ വിട്ടേക്കുക. അത് വളർന്ന് ഈ ഹെയർ കട്ടായി പോവും. ഇടയ്ക്കിടയ്ക്ക് ട്രിം ചെയ്ത് കൊടുക്കുക. നോർമലി നമ്മുടെ വെർജിൻ ഹെയർ വളർന്ന് പഴയ പടിയിലേക്ക് ആകും. പിന്നെ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഹെയർ സ്പാ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഏത് കമ്പനിയുടെ ആണോ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ആ കമ്പനി പറയുന്ന ഷാമ്പൂ, കണ്ടീഷണർ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക കേട്ടോ. ഇതാണ് സ്മൂത്തനിങ് കഴിഞ്ഞൊരു 6 മാസമൊക്കെ കഴിഞ്ഞ് വരുന്ന ഹെയർ ഫോളിന് കാരണം കേട്ടോ. അല്ലാതെ ഹെയർ ഫോൾ വരാൻ യാതൊരു സാധ്യതയുമില്ല. താങ്ക് യു.